സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പിന്നാലെ ഇപ്പോൾ അയാൾക്ക് നിങ്ങളോട് സ്നേഹം കുറവാണ് എന്ന് തോന്നിയിട്ട് അയാളുടെ പിന്നാലെ നിങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയാണോ? ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ആരായാലും ശരി. അവർക്ക് നിങ്ങളോട് സ്നേഹം വളരെ കുറവാണ്. തുടക്കത്തിലൊക്കെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെ സ്നേഹമില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ട് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന അതേപോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയായി നിങ്ങളുടെ പിന്നാലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ കാര്യം അതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി പിന്നീട് നിങ്ങളുടെ പിന്നാലെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കും, അല്ലെങ്കിൽ കൂടെ വരും. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും തുടക്കത്തിൽ നല്ല സ്നേഹം കാണിച്ചു, ഒരു പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിലോ അവർക്കൊരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർ മറ്റു പലതിലേക്കും ശ്രദ്ധ പോകും. ഇത് വേണ്ട, മടുത്തു എന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്നതിനോ നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനോ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കോ അവർ ശ്രദ്ധിക്കാറില്ല. കൂടുതലും വഴക്ക്, കുറ്റപ്പെടുത്തൽ, നമ്മളെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരം. പണ്ട് സ്നേഹിച്ചവർ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് പോലും തോന്നിപ്പോവും. നമ്മൾക്കൊരു പക്ഷേ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ അവരിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളും ഇതും നമുക്ക് സഹിക്കുന്നതിലപ്പുറമായിരിക്കും. പക്ഷെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രം ആ സ്നേഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പിന്നാലെ പോകുന്ന അവസ്ഥയുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളാവുമ്പോൾ നമ്മളിൽ നിന്ന് അവർ അകന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനസികമായി നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മൾ ദിവസവും ഉറങ്ങുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഏത് നിമിഷവും അവരെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക്, അവരുടെ മാനസികാവസ്ഥ തകർന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്ന അവസ്ഥ, കൂടുതലും മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇനി എന്തിന് ജീവിക്കണം എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിലുണ്ടാവും. എന്തിന്, ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരവസ്ഥയിൽ പോലും എത്തിപ്പോവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വ്യക്തികൾ നമ്മുടെ പിന്നാലെ, നമ്മൾ അങ്ങോട്ട് പോകാതെ തന്നെ നമ്മുടെ പിന്നാലെ അവർ സ്നേഹത്തിന് വേണ്ടി പിന്നാലെ വന്ന് കൂടെ നിൽക്കുന്ന ഒരവസ്ഥ ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അത് ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.